രാവിലെ ചേട്ടൻ എന്താ സംഭാഷണം? ഇവളാരെ സഹായിക്കാൻ പോകുന്നു. ഞാനും എന്റെ ദശാംശത്തിൽ നിന്നും ഒരു പങ്ക് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു പാവം ചേച്ചിയാ. അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല. അവരുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് ഞാൻ പൈസ ചോദിച്ചത്. എന്നാൽ ഞാൻ പോയി ബാങ്കിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് വരാം. സുരേഷിന്റെ കയ്യിൽ നിന്നും ബാക്കി ഇവിടെ വാങ്ങിത്തരാം. എന്നാൽ ശരി ചേട്ടാ. ഇതാ നീ പറഞ്ഞ കാശ്. വളരെ ഉപകാരം. അല്ല, ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്യാവശ്യം? സുഷ ആരെയെ സഹായിക്കാൻ പോകുന്നു. ഞാനും ഒരു പങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതാ. ഓഹോ, അല്ല ഇത്രയും മതിയോ? ബാക്കി ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു. അത് ഈ ബാഗിലുണ്ട്. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. പൈസ ഞാൻ അടുത്ത ആഴ്ച എത്തിക്കാം. വളരെ അത്യാവശ്യം ആയതുകൊണ്ടാണ്. അത് സാരമില്ല. നീ ഇതുപോലെ എത്ര തവണ എന്നെ സഹായിച്ചിട്ടുള്ളതാ. ശരി, വളരെ സന്തോഷം. ശരി, പോയിട്ട് വരാം. ശരി, കാണാം. കള്ളൻ, കള്ളൻ, പിടിയോനെ, കള്ളൻ. എന്റെ ബാഗ്. സാറേ, എന്തെങ്കിലും കാണാതെ വീടുണ്ടോ? ഇല്ല, എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ അന്നമ്മയുടെ മോനല്ലേ? ഇവനൊരു പാവം പിടിച്ച പയ്യനാണല്ലോ. എന്തിനാ നീ ബാഗ് മോട്ടിച്ചത്? നിന്ന് മോങ്ങാതെ ചോദിച്ചതിന് ഉത്തരം പറയടാ. ചെറിയ പയ്യനല്ലേ, ഉപദ്രവിക്കണ്ട. നീ എന്തിനാടാ എന്റെ ബാഗ് എടുത്തേ? വീട്ടിൽ പൈസക്ക് അത്യാവശ്യമാ സാറേ. സാറ് ഏറ്റവും നിന്നും സുരേഷണ്ണന്റെ വീട്ടിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെയുള്ളവന്മാര് ചുമ്മാ വിടരുതോ. പോലീസിന്റെ കയ്യിൽ നിന്ന് 2 ഇടി കിട്ടിയാലേ നന്നാവുകയുള്ളൂ. അത് ശരി തന്നെ. മേലാൽ നീ തന്നെ ആവർത്തിക്കുന്നത്. ആരെങ്കിലും പോലീസിനെ വിളി. എന്താണ് നീ ചെയ്തത്? എന്താണോ ചെയ്തതെന്നോ? ഇവൻ ആ സാറിന്റെ ബാഗ് മോഷ്ടിച്ചോളൂ. എന്തിനാടാ അങ്ങനെ ചെയ്തത്? അറിയാതെ ചെയ്തതാണ്. പോലീസിനെ വിളി. സാറേ, പോലീസിനെ വിളിക്കണ്ടെന്ന് പറ സാറേ. ഇവനല്ലാതെ എനിക്ക് ആരുമില്ല. സാറേ, ഇതൊന്നും കണ്ട വലിയ സാറേ. ഇപ്പൊ ഇവന് വിട്ട നാളെ ഒരു വലിയ കള്ളനായി മാറും. ശരി, പോട്ടെ. എന്റെ ബാഗിന് ഇതിരെ കെട്ടി. ഇനി ഇതൊരു പോലീസ് കേസ് നോക്കണ്ട. സാറിന് പ്രശ്നമെങ്കിൽ നമുക്കൊന്നുമില്ല. വലിയ ഉപകാരം സാർ. അവന് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. മാപ്പാക്കണം. സാറിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കടാ. അതൊന്നും വേണ്ട. ഇനി മേലെ ഇത്തരം കാര്യം ആവർത്തിക്കരുത്. മര്യാദയ്ക്ക് ജീവിച്ചോണം. നീ ആവശ്യപ്പെട്ട ക്യാഷ് അതിലുണ്ട്. ആകപ്പാടെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. എന്തു പറ്റി? അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ക്യാഷുമായി വരുന്ന വഴിക്ക് ഒരു പയ്യൻ ആ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് ഓടി. പിന്നെ നാട്ടുകാരാണ് അവനെ പിടിച്ചത്. അതുകൊണ്ട് ആ ബാഗ് എനിക്ക് തിരികെ കിട്ടി. അയ്യോ, പോലീസൊക്കെ വന്നു? നാട്ടുകാർ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഒരു കൊച്ചു പയ്യൻ. അവൻ്റെ അമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ ബാഗ് തിരികെ കിട്ടിയല്ലോ. അതെന്തായാലും നന്നായി. എന്താ, ഞാൻ ഇറങ്ങട്ടെ. ശരി ചേട്ടാ. ചേട്ടാ, നാളെ രാവിലെ ഒന്ന് വരുമോ? അവിടെ പൈസ കൊണ്ടു കൊടുക്കണം. രാജൻ വരില്ലേ? ഇല്ല, 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ ഇല്ല, തങ്ങിപ്പണിയാണ്. രാവിലെ റെഡി ആയിരുന്നില്ലേ? ഞാൻ തോട്ടത്തിൽ പോകുന്ന വഴിക്ക് നിന്നെ അവിടെ കൊണ്ടാക്കാം. ശരി. ദാ വരുന്നു. ചേട്ടാ, നമുക്ക് പോവാം. പോവാം.
ഇതിനടുത്താണ്. അതിൻ്റെ അടുത്താണോ? അതെ. അന്നമ്മേച്ചി, അന്നമ്മേച്ചി. ആ മോളെ കയറി വരൂ. ചേട്ടാ കയറി വാ. ചേച്ചി പേടിക്കണ്ട, ഇതെന്റെ ചേട്ടനാണ്. ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ അന്നമ്മ ചേച്ചി. ഈ ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ക്യാഷ് ചോദിച്ചത്. ചേച്ചി, ഇന്നലെ വരുന്ന വഴി ചേട്ടന്റെ കയ്യിൽ നിന്നും ആരോ ക്യാഷ് മോഷ്ടിച്ചു. പക്ഷെ ദൈവം സൂക്ഷിച്ചു, ഉടനെ കിട്ടുകയും ചെയ്തു. ചേട്ടാ, ഈ പൈസ ചേച്ചിക്ക് കൊടുക്ക്. വലിയ ഉപകാരം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവം സുഖം തരും. ചേച്ചി, ഞങ്ങൾ പോട്ടെ. എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല.